ഒരു കാലത്ത് ഗ്രാമപ്രദേശങ്ങളിലെ പരിചിത കാഴ്ചയായിരുന്ന ഓലമടയിൽ ഒരു മത്സരത്തിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് പന്നിക്കോട് AUP സ്കൂളിൽ. സ്കൂൾ PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് സ്കൂളിൻ്റെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഓലമടയിൽ മത്സരം സംഘടിപ്പിച്ചത്. ഒരു കാലത്ത് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ പരിചിത കാഴ്ചയായിരുന്ന ഓലമടയിൽ ഒരു മത്സരത്തിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പന്നിക്കോട് AUP സ്കൂളിൽ. സ്കൂൾ PTA അംഗങ്ങളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു സ്കൂളിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് മത്സരം സംഘടിപ്പിച്ചത്. ഓലമടയിൽ മത്സരം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി മാറി. തെങ്ങോല ഉപയോഗിച്ചായിരുന്നു പണ്ടുകാലത്ത് വീടുകളുടെയും മറ്റും മേൽക്കൂര നിർമ്മിച്ചിരുന്നത്. എന്നാൽ പുതുതലമുറയ്ക്ക് അത്തരത്തിൽ ഒരനുഭവം ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണെന്നറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വേറിട്ട മത്സരം നടത്തിയതെന്നും മത്സരത്തിലുണ്ടാക്കിയ ഓലകൾ ഉപയോഗിച്ച് വാർഷികത്തിനുള്ള കൗണ്ടറുകളും മറ്റും നിർമ്മിക്കാൻ ഉപയോഗിക്കുമെന്നും PTA ഭാരവാഹികൾ അറിയിച്ചു. പന്നിക്കോട് AUP സ്കൂളിൽ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ കുറെ പരിപാടികൾ നടന്നു. ഇനി ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും PTA-കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൂടിയിട്ട് ഒരു മത്സരം എന്നതിലുപരി ഒരു ഓലമടച്ചിലാണ് ഇന്ന് നടന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഓല നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. നമുക്കത് കൗണ്ടറുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. പുരുഷന്മാരടക്കമുള്ള PTA അംഗങ്ങളും അധ്യാപകരും ഉൾപ്പെടെ 20ഓളം പേരാണ് ഓലമടയിൽ മത്സരത്തിൽ പങ്കെടുത്തത്. പലർക്കും ഓലമടയിൽ വശമില്ലെങ്കിലും കൗതുകത്തിന്റെ പുറത്ത് മത്സരിച്ചവരും ഉണ്ടായിരുന്നു. മത്സരത്തിൻ്റെ അവസാനം MPTA അംഗമായ ഗോപിക 1ാം സ്ഥാനവും MPTA പ്രസിഡന്റ് റസീന മജീദ് 2ാം സ്ഥാനവും രാധിക 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അതെ, ചെറുപ്പം മുതൽ ഞാൻ ചെയ്തിരുന്നത്. 4ാം ക്ലാസ് ആയിരുന്നു. എന്റെ വീട് ഓല മേഞ്ഞ വീടായിരുന്നു. അപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്കിത് ഒരു അവസരം കിട്ടി. വളരെ സന്തോഷമുണ്ട്. UP സ്കൂളിനോട് ഞാൻ വീണ്ടും ഒരു ഓലമടയിൽ എത്തിയിലേക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ 1ാം സ്ഥാനം കിട്ടില്ല, അതിലേറെ സന്തോഷമുണ്ട് എനിക്ക്. മാനേജർ C കേശവൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് ബഷീർ പാലാട്ട്, പ്രധാനാധ്യാപിക PM ഗൗരി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് TK ജാഫർ, C ഫസൽ ബാബു, PK ഹക്കീം കള്ളന്തോട്, മീന അപ്പു, സെലീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.